ചാത്തമ്മാടിയുടെ അടുക്കൽ ശൈഖുന കാന്തപുരം ഉസ്താദ് ഓച്ചാനിച്ചു നിന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുരുവട്ടൂരികൾ, ഇബ്ലീസ് ത്വരീഖത്തുകാർ, അവർ വഹാബികളെക്കാളും അധപ്പതിച്ചു പോയിരിക്കുകയാണ്. വഹാബികൾ സിഹ്റിന്റെ രൂപത്തിലാണ് ഒരുപാട് പടച്ചോന്മാരെ കൊണ്ടുവന്നിട്ടുള്ളത്. കുരുവട്ടൂരികൾ ഔലിയാക്കളുടെ രൂപത്തിലാണ് ഒരുപാട് പടച്ചോന്മാരെ കൊണ്ടുവന്നിട്ടുള്ളത്. മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിനും അഭിപ്രായ വ്യത്യാസമില്ലാത്ത തഫ്സീറാണ് അമാനി മൗലവിയുടെ തഫ്സീർ. അമാനി മൗലവിയുടെ തഫ്സീറിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. മഹാനായ കെ എം മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ആ അമാനി മൗലവിയുടെ തഫ്സീറിന് അവതാരിക എഴുതിയിട്ടുള്ളത്. അമാനി മൗലവി ചുരുക്കി പറയാൻ, അതിലും ഭൂതം, ജിന്ന്, മലക്ക്, ദേവൻ, ദേവി, പിശാച്, മരണമടഞ്ഞവർ ആദിയായ ഏതിൽ നിന്നെങ്കിലുമുള്ള സഹായാർത്ഥനകളും ചില പ്രത്യേക തരത്തിലുള്ള കർമ്മങ്ങളും അടങ്ങിയിരിക്കും. അമാനി മൗലവി വ്യക്തമായി പറഞ്ഞു, സിഹിർ എന്ന് പറഞ്ഞാൽ എന്തിനാണ് പറയാ, എന്താണ് സിഹിറിന്റെ ഉള്ളടക്കം. അതിനുവേണ്ടി വഹാബികൾ സൂറത്തുൽ ബഖറ ദുർവ്യാഖ്യാനിച്ചു. കുരുവട്ടൂരികൾ സൂറത്തുൽ മുൽക്കും മറ്റു ആയത്തുകളും ദുർവ്യാഖ്യാനിച്ചത് നാം പലവരും കേട്ടവരാണ്. വഹാബികളെ പോലെ തന്നെ കുരുവട്ടൂരികളും അമാനി മൗലവിയുടെ പരിഭാഷയാണ് പ്രമാണമാക്കിയിട്ടുള്ളത്. മൗലാന മാത്രമേ കണ്ടിട്ടുള്ളൂ. നീ വേണോ ആയത്ത് സൂറത്തുൽ മൂമിനീൻ എടുക്ക്. അതാ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഏറ്റവും നല്ല സിട്ടാവായ അല്ലാഹ്. അമാനി മൗലവി ഏറ്റവും നല്ല സിട്ടാവ്. കുറെ സിട്ടാവ് ഉണ്ട്. അതാ ഖാലിഖീൻ, ഒരുപാട് സൃഷ്ടിക്കുന്ന ആളുകൾ. അവരിൽ ഏറ്റവും ഖൈറ് ശിർക്കാണോ? ഇതൊന്നും ഏത് നാളങ്ങളൊക്കെ ഖുർആൻ നോക്കിയത്? പേരോന്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയപ്പോഴുള്ള അറിവും പോയോ? മറുപടി പറയുന്നു. എന്നിട്ട് ഇങ്ങനെ ഓനെയും പിടിച്ച് നടക്കുക. രണ്ടും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങൾ തന്നെയാണെന്നതിന് യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, മടവൂർ ശൈഖുന ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരാണ്, ഒരുപാട് ആക്ഷേപങ്ങൾ സഹിച്ചവരാണ്. പക്ഷേ ആക്ഷേപിച്ചവരോട് മറുത്തൊന്നും പറഞ്ഞ ശീലം മഹാനായ മടവൂർ ശൈഖിനുണ്ടായിരുന്നില്ല. വിലായത്ത് ലഭിക്കുവാൻ മഹാനവറുകൾ ചെയ്ത ത്യാഗമറിഞ്ഞാൽ നാം എല്ലാവരും പൊട്ടിക്കരഞ്ഞു പോകും. ആ ശൈഖുനാക്ക് ഇഷ്ടമില്ലാത്തതാണ് ശൈഖുനയുടെ മേൽ വെച്ച് കെട്ടുന്നത്. മടവൂരിനെ പടച്ചോനാക്കിയാൽ എന്താണ് കുഴപ്പം, നിങ്ങൾക്കെന്താണ് പ്രശ്നമെന്ന ഇബ്ലീസ് ത്വരീഖത്തിന്റെ കോളാമ്പിയായ നൗഷാദ് ചോദിച്ചിട്ടുള്ളത്. അല്ല ചങ്ങായി, പിന്നെ എന്തിനാ നിങ്ങള് ചാടി ആ പാട്ടുകാരനെ കാഫിറാക്കാൻ വന്നത്? അതാണല്ലോ ചോദ്യം. പിന്നെ എന്തിനാ നിങ്ങൾ ഞങ്ങള് ഖാലിഖാണ്, പടച്ചോനാണ് എന്ന് പറയുമ്പോഴേക്ക് കുഫ്ർ ചെയ്യാത്ത വന്നേ? കർശനമായി പറയുന്നു, ആ പാട്ടുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നുമില്ല, അതിനെ തള്ളിക്കളയുകയാണ്. അത് ഞങ്ങളോട് മഹാനായ ഇമാം ബൂസൂരി പഠിപ്പിച്ചിട്ടുണ്ട്. നസ്വാറാക്കൾ അവരുടെ ആ ദൈവത്തെക്കുറിച്ച്, ഈസ നബിയെ കുറിച്ച് പറഞ്ഞതിനെ ഞങ്ങൾ ഒഴിവാക്കിയേക്ക്. അതിനോട് സാദൃശ്യം വരുന്ന വാക്കുകൾ പോലും ഞങ്ങൾ പറയില്ല. അതൊന്നും വെച്ച് ഈ സത്യത്തെ മൂടി കളയാമെന്ന് ആരും ഞങ്ങളെ ഭയപ്പെടുത്തേണ്ടതില്ല. അത് കുഴപ്പമില്ല, ഞാൻ അവിടെ അങ്ങനെയും പറയും, ഇവിടെ അങ്ങനെയും പറയും. അതാണ് ഞങ്ങള്. നമ്മൾ പാട്ടിനെ കുറിച്ചുള്ള നിലപാടും പറഞ്ഞു. ആരോ പാടിയാ ഞങ്ങളതിന് ഉത്തരവാദിയൊന്നുമല്ല. കുഴപ്പമാക്കണ്ട. ഞാൻ അങ്ങനെ രണ്ട് സ്ഥലത്ത് രണ്ടെണ്ണം തന്നെയാണ് പറയല്. ഇത് ശരിയാവില്ല, ഇത് നിലപാടില്ല എന്നാ പറഞ്ഞു. നിലപാട് ഒറ്റ നിലപാടേ ഉള്ളൂ. എന്താ അറിയോ? മശായിഖ് പറഞ്ഞ് നടപ്പിലാക്കുക, അതാണ് നിലപാട്. നമുക്കതിൽ നിലപാടില്ല. ഉസ്താദിനോട് മുട്ടാൻ പറ്റിയ ആൺകുട്ടികൾ ആരടാന്നുള്ളത് വരി. അങ്ങനെ മടവൂർ ശൈഖുനയും ഈസാ നബി അലൈഹിസ്സലാമും ഹൈന്ദവരെ പോലെ 33 കോടി ദൈവങ്ങളുണ്ടെന്നാണ് കുരുവട്ടൂരി ഇബ്ലീസ് ത്വരീഖത്തിന്റെ മുഖ്യ കോളാമ്പിയായ നൗഷാദ് വാദിച്ചിട്ടുള്ളത്. അതിൽ ഒന്ന് മാത്രമാണ് അല്ലാഹു അത്രേ. ഇങ്ങനെ മടവൂർ ശൈഖിനെ പടച്ചോനാക്കി. അപ്പോൾ പിന്നെ ആ പടച്ചവൻ സ്ഥാപിച്ച മതം പ്രബോധനം ചെയ്യാൻ പ്രവാചകന്മാരും കൂടി വേണം. അതിനുവേണ്ടി പുതിയ പ്രവാചകനെയും കൊണ്ടുവന്നിരിക്കുകയാണ്
ഇബ്ലീസ് ത്വരീഖത്തുകാരായ കുരുവട്ടൂരികൾ മടവൂരിനെ പടച്ചോനായി പ്രഖ്യാപിച്ചത് നൗഷാദ് കോളാമ്പിയാണെങ്കിൽ പുതിയ പ്രവാചകനെ പ്രഖ്യാപിച്ചിട്ടുള്ളത് വായ തുറന്നാൽ തെറി മാത്രം പറയുന്ന മറ്റൊരു കോളാമ്പിയായ തെറിയൂര് കുഞ്ഞമ്മതാണ്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. ഇനി എന്നെ കാണുന്നതിന് പകരം നിങ്ങൾ ഇവരെ കണ്ടുകൊള്ളുക എന്ന് മടവൂര് ശൈഖുന പറഞ്ഞ അവർ അമ്പിയാക്കളിലും ഔലിയാക്കളിലും പെട്ടവരാണ് എന്ന് മടവൂര് ശൈഖുന പറഞ്ഞ കേട്ടല്ലോ സഹോദരങ്ങളെ, മടവൂർ ശൈഖുനയുടെ പേരിൽ പച്ച നുണ തട്ടിവിടുകയാണ്. ഞാൻ കിടക്കുന്ന സിയം അവർ നടക്കുന്ന സിയം എന്ന് മടവൂരി ശൈഖുന പറഞ്ഞ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന അസ്ഹാബുൽ വഖ്തുകളായ ഔലിയാക്കളുടെ രാജാക്കന്മാരായ കുലപതികളായ മശായിഖന്മാരെ ഹളറത്തുകളിൽ ഇന്നും മഹാനരായ സുൽത്താനുൽ ഉലമ AP ഉസ്താദ് പോകുന്നു, ആ ബന്ധം തുടർത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇന്ന് ജീവിച്ചിരിപ്പുള്ള സുൽത്താനുൽ ഉലമ AP ഉസ്താദ്, സുൽത്താനുൽ ഉലമ എന്നാണല്ലോ പണ്ഡിതന്മാര് അവരെ പ്രത്യേകം ആദരിച്ചു പറയുന്നത്. AP ഉസ്താദ് വലിയ കഴിവുള്ള പണ്ഡിതനല്ലേ? അന്ന് കൊട്ടപ്പുറത്തൊക്കെ മുജാഹിദുകൾ തെറ്റായ അർത്ഥങ്ങളൊക്കെ നൽകിയപ്പോൾ ഒരൊറ്റ നിമിഷത്തിൽ അതൊക്കെ തകർത്ത് തരിപ്പണമാക്കാൻ മഹാനരായ AP ഉസ്താദിന്റെ ഇടപെടൽ പ്രസക്തമാണല്ലോ. ഇന്നും തന്റെ ഈ വാർദ്ധക്യ സമയത്തും AP ഉസ്താദ് കാലഘട്ടത്തിലുള്ള മശായിഖന്മാരെ ഹദറത്തിൽ പോയിരിക്കുകയാണ്. കുരുവട്ടൂരി ഇബ്ലീസ് ത്വരീഖത്തിന്റെ സ്ഥാപകൻ കോമാട്ടിജാലിൽ കോഴി അബ്ദുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചങ്ങാതിയാണ്. കോഴി എന്ന പേര് അവന് ലഭിക്കാൻ തന്നെ വളരെ രസകരമായ ഒരു കഥ പിന്നിലുണ്ട്. അത് പിന്നീട് പറയാം. ഈ കോമാട്ടിജാലിൽ കോഴി അബ്ദുള്ളയെ ഏറ്റവും വലിയ കള്ളനാക്കി പെരുങ്കള്ളൻ സൽമാൻ ബാവ എന്ന പേരിൽ അറിയപ്പെടുന്ന സുലൈമാൻ മീനങ്ങാടിയാണ്. ഇപ്പോൾ ചാത്തമംഗലത്താണ് അവൻ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ മീനങ്ങാടി സുലൈമാനെ ആട്ടിപ്പായിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തത് മഹാനായ ശംസുൽ ഉലമയാണ്. ആ മീനങ്ങാടി സുലൈമാൻ പ്രവാചകനാണത്രേ. നിയോഗിച്ചതോ ഇവർ പടച്ചോനാണെന്ന് പറയുന്ന ശൈഖുന മടവൂരാണത്രേ. ഇവരുടെ വാദമനുസരിച്ചു കൊണ്ടാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. മടവൂര് പടച്ചോനാകുമ്പോ ആ പടച്ചോൻ ആ മതം പ്രബോധനം ചെയ്യാൻ സ്വാഭാവികമായും പ്രവാചകന്മാരെ നിയോഗിക്കുമല്ലോ. അങ്ങനെ മടവൂർ ശൈഖുന അമ്പിയാക്കളിലും ഔലിയാക്കളിലും പെടുത്തിയ ആളാണത്രേ മീനങ്ങാടി സുലൈമാൻ. ഇത് പച്ചക്കള്ളമാണ്. മടവൂർ ശൈഖുന ഞാൻ പടച്ചോനാണെന്ന് വാദിച്ചിട്ടില്ല, വാദിക്കുകയുമില്ല. അങ്ങനെ വാദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ശംസുൽ ഉലമ EK ഉസ്താദ് ആദരിക്കുമായിരുന്നില്ല, ഒരു മഹാനായി കാണുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മടവൂർ ശൈഖുന ഒരിക്കലും അമ്പിയാക്കളിൽപ്പെട്ട ഒരാളാണ് മീനങ്ങാടി സുലൈമാൻ എന്ന് പറയുമായിരുന്നില്ല. കാരണം മടവൂർ ശൈഖുന ഒരു പണ്ഡിതനാണ്, ദർസ് നടത്തിയ മുദരിസാണ്. മഹാനവർകൾക്കറിയാം അന്ത്യപ്രവാചകൻ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതോടുകൂടി അമ്പിയാക്കളുടെ ശൃംഖല ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനിയൊരു പുതിയ പ്രവാചകൻ ഉണ്ടാവുകയില്ല. ഉണ്ടെന്ന് വാദിക്കാനും പാടില്ല. വാദിച്ചാൽ അവൻ ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ നിന്ന് പുറത്താണെന്ന് വ്യക്തമായ ബോധ്യമുള്ള ഒരു മഹാമനീഷിയാണ് ശൈഖുന മടവൂർ. അതുകൊണ്ടാണ് സുന്നികൾ മുഴുവനും മടവൂർ ശൈഖുനയെ ഒരു മഹാനായി, ഒരു വലിയായി കാണുന്നത്. മടവൂർ ശൈഖുന എന്ന് ആദരവോടെ വിളിക്കുന്നത്. മടവൂർ ശൈഖുന ഇന്നയാള് പ്രവാചകനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, അമ്പിയാക്കളിൽ പെട്ടവരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും സുന്നി പണ്ഡിതന്മാർ മടവൂർ ശൈഖുനയെ അംഗീകരിക്കുമായിരുന്നില്ല. ഇത് കുരുവട്ടൂരികളുടെ വാദമാണ്. കുരുവട്ടൂരി മതം പഠിപ്പിക്കുന്നതാണ്. ഇങ്ങനെ മടവൂർ ശൈഖുനയുടെ പേരിൽ പച്ച നുണകൾ വിളമ്പി ആളെ കൂട്ടാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തെമ്മാടിയായ മനുഷ്യൻ അമ്പിയാക്കളിൽ പെട്ടയാളാണെന്ന് മടവൂർ ശൈഖുന പറഞ്ഞതായി മടവൂർ ശൈഖുനയുടെ പേരിൽ കളവ് പറഞ്ഞ ഇവർക്ക് ആ തെമ്മാടിയുടെ അടുക്കൽ ശൈഖുന കാന്തപുരം ഉസ്താദ് ഓച്ചാനിച്ചു നിന്നു. ആ തെമ്മാടി കുടിച്ച ബാക്കി വന്ന ചായ കുടിച്ചു. ആ തെമ്മാടിയെ ആദരിച്ചു. ഷെയ്ഖായി കണ്ടു എന്ന് കള്ളം പറയാൻ യാതൊരു മടിയും ഉണ്ടാവുകയില്ല. ഇവർക്ക് എങ്ങനെയെങ്കിലും കുറച്ചാളുകളെ പറ്റിക്കണം,
പണമുണ്ടാക്കണം എന്ന ലക്ഷ്യം മാത്രമാണ്. അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.